ഹലോ, ഒരു ജോലി എയും ബിയും കൂടെ 18 ദിവസം കൊണ്ടും ബിയും സിയും കൂടെ 24 ദിവസം കൊണ്ടും എയും സിയും കൂടെ 36 ദിവസം കൊണ്ടും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ബി സി ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ ബി ഒരുമിച്ച് 18 ദിവസം. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് 18, ബി പ്ലസ് സി എന്ന് പറയുന്നത് 24, എ പ്ലസ് സി എന്ന് പറയുന്നത് 36. നമുക്കിത് ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എ പ്ലസ് സി. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് നോക്കി 2 തവണ എയും ബിയും സിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇത് എല്ലാം 2 തവണ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. കോമൺ എടുത്തിട്ട് എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതുന്നത്. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ 1 ഡേ വർക്കിൻ്റെ രീതിയിൽ എഴുതണം. അങ്ങനെ പറയുമ്പോൾ 1/18 പ്ലസ് 1/24 പ്ലസ് 1/36. ഇനി ചെയ്യേണ്ടത് 18, 24, 36ൻ്റെ LCM ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 18, 24, 36ൻ്റെ LCM എന്ന് പറയുന്നത് 72 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 72-ൽ 18 എത്ര ടൈംസ്, 24 എത്ര ടൈംസ്, 36 എത്ര ടൈംസ്? അപ്പോൾ 72 18-ൽ 4 ടൈംസ്, 24-ൽ 3 ടൈംസ്, 36-ൽ 2 ടൈംസ്. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 4 പ്ലസ് 3 പ്ലസ് 2/72 എന്ന് കിട്ടും. അപ്പോൾ 4 പ്ലസ് 3 പ്ലസ് 2 എന്ന് പറയുന്നത് 9/72, ദാറ്റ് ഈസ് 1/8. അപ്പോൾ 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 1/18 എന്ന് കിട്ടും. ആ 2നെ കൂടി ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 1/8 ഇൻറ്റു 2 വരും, ദാറ്റ് ഈസ് 1/16. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിൻ്റെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/16 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യും? 16 ദിവസം കൊണ്ട്. ഓക്കെ, അപ്പോൾ 1/16 അവരുടെ 1 ഡേ വർക്ക് ആണെങ്കിൽ 16 ദിവസം കൊണ്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്കതിൻ്റെ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് കിട്ടും. സോ 16 ദിവസം കൊണ്ട് അവർ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ LCM ഫൈൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ.